ഞാനിവിടെ ഒരു വൈറ്റ് ക്ലിയർ ബോട്ടിൽ എടുക്കുന്നുണ്ട്. ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് കൊണ്ട് ഞാൻ ഫുൾ ബേസ് അങ്ങ് നല്ല ക്ലിയർ ആയിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ ഫുള്ളായിട്ട് ബ്ലാക്ക് വെച്ച് അടിച്ചു. അതിനുശേഷം അത് ഡ്രൈ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ബലൂണും ഒരു ബീഡും എടുക്കുന്നുണ്ട്. ഈ ബീഡ് ബലൂണിൻ്റെ അകത്തേക്ക് ഇട്ടതിന് ശേഷം നല്ല പോലെ ടൈ ചെയ്ത് ഞാനിവിടെ റബ്ബർ ബാൻഡ് വെച്ച് നല്ല പോലെ ടൈ ചെയ്യുന്നുണ്ട്, അത് ലൂസാവാതിരിക്കാൻ. അതിന് ശേഷം അത് വീർപ്പിച്ചെടുക്കാം. ഒത്തിരി വലുതാക്കി വീർപ്പിക്കേണ്ട, ചെറിയ രീതിയിൽ വീർപ്പിച്ച് ബലൂൺ ടൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ബാക്കിലൊരു ഡിസൈൻ കിട്ടും. എന്നിട്ട് ബലൂൺ നല്ലപോലെ ടൈ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു റെഡ് ആൻഡ് വൈറ്റ് അക്രിലിക് പെയിൻ്റാണ് എടുക്കുന്നത്. ഞാനിവിടെ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ്, വൈറ്റ് ആൻഡ് റെഡ് മിക്സ് കോമ്പിനേഷൻ ചെയ്യാൻ വേണ്ടിയാണ് റെഡ് ആൻഡ് വൈറ്റ് എടുത്തത്. അതിനുശേഷം ആ ബലൂണിലേക്ക് അത് മുക്കിയിട്ട് നമ്മൾ ബേസ് കൊടുത്തിരിക്കുന്ന ബോട്ടിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ കിട്ടും. പിന്നെ സ്റ്റെമ്മിനും ലീഫിനും വേണ്ടി ഞാനിവിടെ ഗ്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നല്ല രീതിയിൽ ലീഫും സ്റ്റെമ്മും നമുക്ക് ആ ഗ്രീൻ കളർ കൊണ്ട് കിട്ടും. പിന്നെ നടുക്ക് ചെറിയ ചെറിയ യെല്ലോ സ്പോട്ടുകളും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.